കേന്ദ്ര നേതൃത്വം അതിന്റെ സമ്മേളനത്തിൽ കാതുറന്നാ പോരെ, പാർട്ടി കോൺഗ്രസിന്റെ വാതുറന്നാ പോരെ. ഇപ്പൊ ഇവിടെ വന്നിരുന്ന് പറയേണ്ടുന്ന കാര്യമില്ലല്ലോ. ഞങ്ങൾക്ക് പ്രസക്തി നഷ്ടപ്പെട്ടിട്ടില്ല, നിങ്ങൾ അങ്ങനെ പറയരുത് എന്ന് പറയേണ്ട ഒരു ഗതികേടിലേക്ക് ഒരു പാർട്ടി എത്തിയെങ്കിൽ എന്താണ് അതിന്റെ അർത്ഥം എന്ന് മനസ്സിലാക്കാൻ എന്റെ രേണുക സാമാന്യ ബോധം മതി. ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന ഏത് രാജ്യത്തുണ്ട്? ഭാരതത്തിൽ മാത്രമേ ഉള്ളൂ. എന്തായാലും ഈ കനലൊരു തരി മതി എന്നുള്ളൊരു ആത്മവിശ്വാസം വളരെ നല്ലതാണ്. CPM-ന്റെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് സമംഗളം പര്യവസാനിച്ചു. സഖാവ് MV ഗോവിന്ദൻ മാഷിനെ സംസ്ഥാന സെക്രട്ടറിയായിട്ട് വീട്ടിൽ തെരഞ്ഞെടുത്തു. 75 വയസ്സ് പൂർത്തീകരിച്ച സകല ആളുകളെയും സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും നിർദ്ദയം ഒഴിവാക്കി. ഒരാളെ മാത്രം ഒഴിവാക്കില്ല. സംസ്ഥാനത്തെ കാരണഭൂതൻ അഖില കേരള ചക്രവർത്തിയും പാർട്ടിയുടെ പരമോന്നത നേതാവുമായ മഹാനായ പിണറായി വിജയൻ സഖാവിന് മാത്രം. പിന്നെ ഇവരൊക്കെ പോകുമ്പോൾ ഈ സ്ഥാനത്തേക്ക് കയറി വരാമെന്ന് ആഗ്രഹിച്ച പ്രതീക്ഷിച്ച ഈ ഇലവ് കാത്ത കിളി പോലെ കാത്തിരുന്ന ആളാണ് സഖാവ് P ജയരാജൻ. കൊക്കിലി ജീവനുണ്ടെങ്കിൽ P ജയരാജനെ സെക്രട്ടേറിയറ്റിൽ എടുക്കില്ല എന്ന് ഗോവിന്ദൻ മാഷ് തീരുമാനിച്ചു. ഞാൻ മാത്രമല്ല അവരെല്ലാവരും അതിന് വിജയൻ സഖാവും കൂടും. നീ ഇതിന് കൂട്ടിക്കുന്നു ഞാൻ കരുതിയില്ല. പരിണതപ്രജ്ഞനായ ഇരുത്തം വന്ന പാർട്ടിക്ക് വേണ്ടി ഒരു കൈ പോലും നഷ്ടപ്പെടുത്തിയ ജയരാജനെ പാർട്ടി ഇരുത്തി. ഒന്ന് ആലോചിക്കും മനുഷ്യന്റെ അവസ്ഥ. എന്തൊരു കഷ്ടകാലം. സെൻട്രൽ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയതിനു ശേഷമാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിക്കേണ്ടത്. കേന്ദ്ര നേതൃത്വം അതിന്റെ സമ്മേളനത്തിൽ കാതുറന്നാ പോരെ, പാർട്ടി കോൺഗ്രസിന്റെ വാതുറന്നാ പോരെ. ഇപ്പൊ ഇവിടെ വന്നിരുന്ന് പറയേണ്ടുന്ന കാര്യമില്ലല്ലോ. പൊതുസമ്മേളനത്തിൽ വളരെ വ്യക്തമായിട്ട് പാർട്ടിയുടെ നയപരിപാടികൾ ഈ പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ വാതുറക്കില്ലല്ലോ ശ്രീ ജയരാജ്. അങ്ങനെയല്ല ഈ നമ്മൾ ലോകത്ത് മൊത്തം നടക്കുന്ന മാറ്റങ്ങളൊന്നും കാണുന്നില്ല. തൊട്ടടുത്ത് ശ്രീലങ്കയിലെ ഇടതുപക്ഷ സർക്കാരാണ് അധികാരത്തിൽ വരുന്നത്. ഈ ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന ഏത് രാജ്യത്തുണ്ട്? ഭാരതത്തിൽ മാത്രമേ ഉള്ളൂ, വേറെ രാജ്യത്തും ഇല്ല. മനസ്സിലാക്കി കളഞ്ഞല്ല. പിന്നെ അത് കിഴക്കൻ യൂറോപ്പിലും ഇല്ല, ലാറ്റിൻ അമേരിക്കയിലും ഇല്ല, പോളണ്ടിലും ഇല്ല, ചെക്കോസ്ലോവാക്യയിലും ഇല്ല, എങ്ങും ഇല്ല. ആ ഇടതുപക്ഷം എന്ന് പറയുന്നത് ലോകമെമ്പാടുമുള്ള ഒരു മനുഷ്യന്റെ ഹൃദയപക്ഷമാണ്. അപ്പൊ നീ ഒരുങ്ങി തന്നെ ഇറങ്ങിയിരിക്കുകയാണല്ലേ? ഇന്നല്ല ആ പക്ഷത്തുള്ള ആളുകൾ എല്ലാ സംഘടന അതിന് ആഗോളകരമായ ഒരു മാനമുണ്ട്. അതാണ് തൊഴിലാളികളുടെ സർവാധിപത്യം എന്ന് പറയുന്നത്. ഒരു സ്ഥലത്ത് അധികാരത്തിലില്ലെന്ന് പറഞ്ഞ് എങ്ങും ഇല്ല എന്നൊന്നും റൈറ്റ് ഓഫ് ചെയ്യാനൊക്കെ വരട്ടെ. തൊഴിലാളി സംഘടനകൾ എല്ലാ സ്ഥലത്തും കഷ്ടപ്പെടുന്നവരുണ്ട്, തൊഴിലാളികളുണ്ട്. അവിടെ എല്ലാം തൊഴിലാളി സംഘടനകളുണ്ട്. ആ തൊഴിലാളി സംഘടനകളുടെ എല്ലാം ചാമ്പ്യനായിട്ട് ഇടതുപക്ഷമുണ്ട്. നിന്നെ സമ്മതിക്കണം, നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നേ? കേരളത്തിലെ നല്ല ഭാരതത്തിലെ ഇടതുപക്ഷത്തിന് അങ്ങനെ ആർക്കും റൈറ്റ് ഓഫ് ചെയ്യാനൊന്നും പറ്റില്ല. അതിന് ഏത് വലിയ സ്വേച്ഛാധിപതി ഇവിടെ വന്ന് ഭരിച്ചാലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജയിച്ചു. അപ്പൊ 2 സീറ്റ് ആയിരുന്നപ്പോ BJP കുറിച്ച് ആരെങ്കിലും ഇത് പറയുമായിരുന്നോ? ജനസംഘത്തിനെ കുറിച്ച് ആരെങ്കിലും ഇങ്ങനെ പറയുമായിരുന്നോ? എന്തായാലും ഈ കനലൊരു തരി മതി എന്നുള്ളൊരു ആത്മവിശ്വാസം വളരെ നല്ലതാണ്. നീ ഇങ്ങനെ ഒരു പമ്പര വിഡ്ഢിയായി പോയല്ലോടാ. അവനൊരു പുതിയ കണ്ടുപിടുത്തം പറയുന്ന പോലെ. സെറ്റിട്ട സമരമാണെന്ന് എല്ലാവർക്കും അറിയാം. അത് സെറ്റിട്ട സമരമാണെന്ന് ഞാൻ അതിന്റെ മുമ്പിൽ കൂടെ ആശാവർക്കർമാരെയൊക്കെ സംഘടിപ്പിച്ച് സെറ്റിട്ട ഒരു സമാന്തര സമരം ഉണ്ടായിരുന്നു. പക്ഷെ അത് പാടെ പൊളിഞ്ഞു പോകുന്ന കാഴ്ച കണ്ടു. ഏറ്റവും വലിയ ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത് CITU തന്നെയാണ്. ഈ ആശാവർക്കർമാരെ SUCI സ്പോൺസേഡ് സമരമാണ്. അതിന്റെ പിന്നിൽ ബാക്കി എല്ലാവരും കൂടെ കൂടിയെന്നേ ഉള്ളൂ. അവര് പറയുന്നതിന് ന്യായമൊന്നുമില്ല. ചർച്ച ചെയ്തത് തന്നെയാണ്. എന്തായാലും നമ്മുടെ മുമ്പിൽ ചരിത്രം സാക്ഷിയായിട്ടുള്ള ഈ പാർട്ടിയുടെ വലിയൊരു ചരിത്രം നമ്മുടെ കൺമുമ്പിൽ തന്നെ. എന്താണ്, എങ്ങനെയാണ് അത് ഇവിടം വരെ എത്തിയത് എന്നുള്ള കാര്യത്തിനെ പറ്റി ഒക്കെ തല്ലിപ്പൊളിയാക്കുവാ പണ്ടാരം. പിന്നെ ഞാനിവിടെ ഇങ്ങനെ സത്യത്തിൽ ഈ ഡോക്ടർ B ജയരാജിന്റെ ആ താത്വിക പ്രഭാഷണങ്ങൾ കേട്ടിങ്ങനെ അന്തം വിട്ടിരിക്കുകയായിരുന്നു. എന്താ സാർ കൂടുതൽ നന്നായി പോയോ? അതായത് ലോകം മുഴുവനും ഇങ്ങനെ പടർന്ന് പന്തലിച്ച് വ്യാപിച്ചു നിൽക്കുന്ന മഹാതൊഴിലാളി വർഗ സർവാധിപത്യത്തിന്റെ ആ പ്രത്യയശാസ്ത്ര കോൾമയിർ കൊള്ളൽ കണ്ടിട്ട് ഞാൻ ഊഹിച്ചു. ഇവിടെ എന്താണ് പറഞ്ഞത്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്തം വിട്ടു. ശരിക്കും അന്തം വിട്ടുപോയി. ഇങ്ങനെ പോലെ കെട്ടുകഥ ഉണ്ടാക്കാൻ ഇത്ര വിദഗ്ധം മലപ്പുറം ജില്ലയിൽ വേറെ ഇല്ല. ഇനിയും ഒരു കാര്യം കൂടെ, ഈ 100 വർഷത്തിന് ശേഷവും പാർട്ടി സ്ഥാപിച്ച് 100 കൊല്ലത്തിന് ശേഷവും
ഞങ്ങൾക്ക് പ്രസക്തി നഷ്ടപ്പെട്ടിട്ടില്ല, ഞങ്ങൾക്ക് പ്രസക്തി നഷ്ടപ്പെട്ടിട്ടില്ല, നിങ്ങൾ അങ്ങനെ പറയരുത് എന്ന് പറയേണ്ട ഒരു ഗതികേടിലേക്ക് ഒരു പാർട്ടി എത്തിയെങ്കിൽ എടാ അടിച്ച് തീരുമാനിച്ച കാര്യം ദൈവം തമ്പനെ ഇറങ്ങുമെന്ന് പറഞ്ഞാൽ ശരി, ഞങ്ങൾ മാറ്റിയല്ല. ദാറ്റ് ഈസ് ഓൾ. എന്താണ് അതിന്റെ അർത്ഥം എന്ന് മനസ്സിലാക്കാൻ എന്റെ രേണുക സാമാന്യ ബോധം മതി. അതിന് ഒരു ബുദ്ധി വേണം, അതിവനില്ല. ഞാനിവിടെ ഉണ്ട്, തങ്ങളുടെ പ്രസൻസ് ഇവിടെ ഉണ്ട് എന്നിങ്ങനെ അറിയിച്ചുകൊണ്ടിരിക്കാനുള്ള ആ വ്യഗ്രതയിലാണ് ഈ പാർട്ടി എത്തിയിരിക്കുന്നത്. ഇവൻ എന്താ ഇങ്ങനെ ആയി പോയത്? എന്താണ് അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം കാര്യം അവർക്ക് തന്നെ അറിയാം, അവർ ഒരു സർവനാശത്തിന്റെ വക്കിലാണ് എന്നുള്ള കാര്യം. ആ ബോധ്യത്തിൽ നിന്ന് ഈ രീതിയിലുള്ള പ്രതികരണങ്ങൾ വരുന്നത്. എല്ലാം പൊളിയൊന്നും ഉറപ്പായല്ലേ? ഞങ്ങൾ ഒന്നും പോയിട്ടില്ല, ഞങ്ങൾ ഭയങ്കര കരുത്തരാണ് എന്നിങ്ങനെ അറിയിച്ചുകൊണ്ടേ ഇരിക്കണമെങ്കിൽ അവരുടെ ആ ഒരു സൈക്കോളജി ഇത് തന്നെയാണ്. നിങ്ങളുടെ വേഷം കിട്ടുന്ന ഇവിടെ നടക്കില്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ എന്റെ മുമ്പുള്ള ആ ഒരു ചർച്ചയിൽ പറഞ്ഞു, ഈ പാർട്ടി ഇനി നാളെ അറബിക്കടലിൽ മുങ്ങി പണ്ടാരം അടങ്ങിപ്പോയാലും ഈ പിണറായി വിജയനെ പോലെയോ EP ജയരാജനെ പോലെയോ MV ഗോവിന്ദനെ പോലെയോ ഉള്ളവർക്കൊന്നും ഒരു പ്രശ്നവുമില്ല. കാര്യം ഒരു ജീവിതത്തിൽ അവർ നേടാവുന്നതെല്ലാം അവരുടെ അണികളെയും ജനങ്ങളെയും പറ്റിച്ച് അവർ നേടിക്കഴിഞ്ഞു. ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഏർപ്പാടാണ്. ഇനി എന്ത് സംബന്ധിക്കും, ഇനി ഉള്ള കാലം കൂടെ അവരങ്ങ് ഇരിക്കുക. നാളെ പറ്റി അവർക്കൊരു യാത്രപ്പെടേണ്ട ആവശ്യമേ ഇല്ല. ഈ പണ്ടാരം പിടിച്ച നാട്ടിൽ ഇനി ഞാനില്ല. എന്തത് കൊള്ളക്കാര നാടാ? എന്നാല് ഈ പാർട്ടിയിൽ വിശ്വസിച്ചിരിക്കുന്ന കുറച്ച് ചെറുപ്പക്കാരുണ്ട്, പെട്ടുപോയവരുണ്ട്. അതായത് അവരുടെ കയ്യിൽ നിന്ന് ആനുകൂല്യങ്ങൾ വാങ്ങി, ജോലി വാങ്ങി, ഭാര്യയ്ക്കും മക്കൾക്കും അനന്തരവക്കും ഒക്കെ കോപ്പറേറ്റീവ് സെക്ടറിലും അല്ലെങ്കിൽ പിൻവാതിൽ നിയമനങ്ങൾ വഴിയും ഒക്കെ ജോലിയൊക്കെ വാങ്ങി ജീവിതം സുരക്ഷിതമാക്കി പെട്ടുപോയവർ. എന്റെ കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാം. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൺമുമ്പിൽ ഇരുട്ട് മാത്രമാണ്. കാര്യം അവർക്ക് ഇനിയും ജീവിതം ഒരുപാട് ബാക്കിയുണ്ട്. അത് നല്ലതാ, പരിചയമുള്ളവരെ തന്നെ വഞ്ചിക്കുന്നത് നല്ലതാ, ഇല്ലടാ. എന്നാൽ പിണറായി വിജയനൊക്കെ അദ്ദേഹത്തിന്റെ ജീവിത സായന്തനത്തിലാണ്. ഇനി എത്ര നാൾ 80 വയസ്സിനടുത്തായി എത്ര നാൾ നീ ഉണ്ടാവും? അല്ലെങ്കിൽ എത്ര നാൾ നീ ഈ പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കാൻ? സ്വാഭാവികമല്ലേ, മനുഷ്യന്റെ കാര്യം. പിണറായി വിജയന്റെ മൂന്നാമത് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്, ശ്രീകുമാർ സാർ ക്ഷമിക്കണം. അതായത് വീണ്ടും ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു, ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞപ്പോൾ ഇല്ലായിരുന്നു, ഈ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷം തന്നെ 2026 അധികാരത്തിൽ വരണം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ഇടതുപക്ഷം തന്നെ 2026 അധികാരത്തിൽ വരണം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. കാരണം ഈ പാർട്ടി മുടിഞ്ഞു പോകണം. ഞാൻ അവനെ പ്രാവിട്ടുണ്ട്. നാളെ മുഴുവനാണ് ഇവനെ ഇപ്പൊ പോയി ആത്മഹത്യ. കൂൾ ഡൗൺ. ഏത് പട്ടിക്ക് ഒരു ദിവസം ഉണ്ടെന്നല്ല പറയാറ്, അതുപോലെ സാറിനുണ്ടാവും ഒരു ദിവസം.